ഹലോ ഹായ്, ഇന്നൊരു ഹോളിഡേ ആണ് എനിക്ക്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ നോൺ വെജായിട്ട് എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു തട്ടിൽക്കൂട്ട് ചിക്കൻ കറി മനസ്സിൽ വന്നത്. അപ്പം നമുക്ക് തട്ടിക്കൂട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് സവാള, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ കടുക് കുറച്ചിടാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ സവാള നീളത്തിൽ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് പെട്ടെന്ന് എളുപ്പം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പെട്ടെന്നൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ വഴറ്റുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇടുക. ഞാൻ ചതച്ചല്ല ഇട്ടേക്കുന്നത്, കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അരച്ച് ചേർക്കാം, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് സോൾട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചിട്ടാൽ മതിയാവും. നല്ല ഉപ്പുണ്ടാവും. നമുക്ക് സാധാരണയെക്കാട്ടിലും കുറച്ചും കൂടെ ഉപ്പുണ്ടാവും. ഇനി അത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. കാരണം ഉള്ളി നന്നായി വഴണ്ട് കിട്ടണം. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക്, ഈ പറഞ്ഞ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെയൊക്കെ ഒന്ന് മണമൊക്കെ ഒന്ന് പച്ചമണം പോയി കിട്ടുമ്പോഴത്തേനും അതിലേക്ക് തക്കാളി, ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ തനിയെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈസി ആയിട്ടാണ്. അത് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്തേക്കാണ് ഒരു ബോട്ടിലിൽ. എന്നിട്ട് അത് മിക്സ് ചെയ്തെല്ലാം കൂടെ ആക്കിയിട്ട് അത് ഒരുപോലെ അങ്ങ് ഇടുകയാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് അതൊന്ന് എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു മസാലക്കൂട്ട് ചേരുമ്പോഴത്തേനും നന്നായി അതിൽ പിടിക്കും. ചിക്കനിലും പിടിക്കും, അതേപോലെ തന്നെ നമ്മുടെ ആ ഉള്ളി, നമ്മളിട്ടിരിക്കുന്ന വെജിറ്റബിൾസിലൊക്കെ തന്നെ അത് നന്നായി പിടിച്ചോളും. അപ്പോൾ അതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മസാല നന്നായി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ അതിലേക്ക് ആ ഒരു വഴണ്ട് പകുതി ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള, എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എനിക്കറിയില്ല, നിങ്ങൾ പുരട്ടി വെച്ചിട്ടുള്ള എന്നാണ് ഞാൻ പറയുന്നത്, ആ ചിക്കൻ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇടാം. ഞാനിപ്പം എല്ലില്ലാത്ത ചിക്കൻ്റെ ചെറിയ പീസായിട്ട് കിട്ടിയതോ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മാത്രം മതി, അതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്രയാണോ ചാറ് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അത് ഞാൻ നന്നായി അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മല്ലിയില ഇടുന്നുണ്ട്. എനിക്കതിൻ്റെ മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിയില ഇടുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് എത്രയാണോ അത് വേകാറാവുന്നത്, ഇതുപോലെ ഒരു പാകം ഉണ്ടാവും. ആ ഒരു വേവ് വരുമ്പോഴത്തേക്കും നമുക്കതെടുത്ത് എടുക്കാം. അപ്പോൾ കറി ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ.